സന്നിധാനത്ത് നടന്ന ഗൂഢാലോചന ഈ സന്നിധാനത്ത് ഇത്രയും സ്വാധീനമുള്ള ഒരാളായി ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ മാറി എന്നുള്ള ചോദ്യം, അവിടെ രേഖകളിൽ എങ്ങനെ കൃത്രിമം നടന്നു എന്നുള്ള ചോദ്യം, ഇപ്പോൾ പ്രതിപട്ടികയിൽ വന്നിട്ടുള്ള മുൻ ഉദ്യോഗസ്ഥരുടെ പേരുകൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രമല്ല മറ്റുള്ളവരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കാൻ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടേ വിജയശങ്കർ? റീജിത്ത് ചോദിച്ച ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സ്വർണ്ണമായിരുന്ന പാളി അത് ചെമ്പാക്കി സന്നിധാനത്ത് നിന്ന് കടത്താനാകില്ലായിരുന്നു. അതിന് കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ദേവസ്വം വിജിലൻസ് ആദ്യം ഘട്ടത്തിൽ കണ്ടെത്തിയത്. സമാനമായ രീതിയിൽ തന്നെയാണ് SITയുടെ അന്വേഷണവും നിലവിൽ മുന്നോട്ട് പോകുന്നത്. അത്തരം കേസുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ തേടിയാണ് SIT സംഘം എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് തൊണ്ടിമുണ്ടൽ കണ്ടെത്തുക എന്നത് ഏറെ നിർണായകമാണ്. ആ പരിശോധന സംസ്ഥാനത്തിന് പുറത്തും SIT സംഘം നിലവിൽ നടത്തുന്നുണ്ട്. ചെന്നൈയിലും ഹൈദരാബാദിലും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ SIT സംഘം കഴിഞ്ഞ ദിവസങ്ങളിലെ ആരംഭിച്ചിട്ടുണ്ട്. തൊണ്ടിമുതൽ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് 2 ആഴ്ചയിലേക്ക് എത്തുമ്പോൾ ഏറെ നിർണായകമാകുക. അതിനുവേണ്ടിയുള്ള പരിശോധനകൾ തുടരുന്നു. ഒപ്പം തന്നെ ഈ കൽപേഷ് ഉൾപ്പെടെയുള്ള ആളുകളെ വരും മണിക്കൂറിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. പക്ഷേ അപ്പോൾ പോലും ഈ അട്ടിമറികളുടെ, തിരിമറികളുടെ, മോഷണത്തിൻ്റെ എല്ലാം തന്നെ കേന്ദ്രം സന്നിധാനമാണ്. ആ സന്നിധാനത്തെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അടുത്ത ഘട്ടത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ഈ മൊഴികൾ ഉൾപ്പെടെ വൈദ്യുതി ഉണ്ടായിക്കഴിഞ്ഞാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നേരിട്ട് കടക്കാനാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. എന്തായാലും ഈ ദേവസ്വം വിജിലൻസ് തുറന്നിട്ട ആ വഴിയിലൂടെ തന്നെയാണ് SIT പോകുന്നത്. പക്ഷേ ആ ദേവസ്വം വിജിലൻസ് അവസാനിപ്പിച്ചിടത്ത് നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ഭീകരമായ ഇടപാടുകൾ സംബന്ധിക്കുന്ന വിവരങ്ങൾ, രേഖകളെല്ലാം തന്നെ പുറത്തു വരുമെന്നാണ് ഈ SITയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ ദേവസ്വം വിജിലൻസ് നിർത്തിയ സ്ഥലത്ത് തന്നെയാണ് ആ പാതയിലൂടെ, ആ നിർത്തിയ സ്ഥലത്ത് തന്നെയാണ് SIT സംഘം വീണ്ടും അന്വേഷണം തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ആ ചോദ്യം ചെയ്യലിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ആലോചന ഈ അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട്. ഒരുപക്ഷെ നാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ അദ്ദേഹത്തെ റാന്നി കോടതിയിൽ ഹാജരാക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലവിലെ ആലോചന. എന്തായാലും വലിയൊരു കൂടിയാലോചനയ്ക്ക് ശേഷം SP ശശിധരൻ ഈ ഫയലുകളുമായി സന്നിധാനത്ത് നിന്ന് ഇറങ്ങി പമ്പയിൽ എത്തിയതിനു ശേഷമായിരിക്കും ഇനി അടുത്ത നീക്കങ്ങൾ ഉണ്ടാവുക. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ദേവസ്വം രേഖകൾ ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് SP ശശിധരൻ നേരിട്ട് സന്നിധാനത്തേക്ക് 2ാം തവണ എത്തി ഇത്തരത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ നിന്ന് തന്നെ ഈ രേഖകൾ പരിശോധിക്കുന്നു. ഒപ്പം തന്നെ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നതും പ്രധാനമാണ്. അതിനുള്ള പരിശോധന സമാനമായി നടക്കുന്നു. ഒപ്പം തന്നെ കൽപേഷ് ഉൾപ്പെടെയുള്ള ആളുകളെ വരും മണിക്കൂറുകളിൽ ചോദ്യം ചെയ്യാനും ഈ SIT സംഘം ആലോചിക്കുന്നുണ്ട്. അതിനുവേണ്ട നീക്കങ്ങൾ മറ്റൊരു സംഘം നടത്തുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരിടത്ത് ചോദ്യം ചെയ്യുന്നു. അദ്ദേഹത്തിൽ നിന്ന് വിശദമായി ദേവസ്വം വിജിലൻസിന് നൽകിയതിനപ്പുറത്തേക്കുള്ള മൊഴികൾ ഈ അന്വേഷണ സംഘം സ്വീകരിക്കുന്നു. അങ്ങനെ സമഗ്രമായി എല്ലാ തലത്തിലും ഇടപെട്ടുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പുതിയ തുമ്പുകൾ, പുതിയ തെളിവുകൾ, ഈ കേസിൻ്റെ പുതിയ സമഗ്ര രൂപം ഉണ്ടാക്കാനുള്ള എല്ലാ തീവ്ര ശ്രമങ്ങളും SIT സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് നിലവിൽ തുടരുന്നുണ്ട്. എന്തായാലും റാന്നി കോടതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരേണ്ട ഇടം അതാണ്. റാന്നി കോടതിയിലേക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഉടൻ തന്നെ കൊണ്ടുവരും. പക്ഷേ ഈ അറസ്റ്റിന് മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിക്കുക, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുക, ഈ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി നടപടികൾ പൂർത്തിയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറച്ചധികം ദിവസം കസ്റ്റഡിയിൽ വാങ്ങുക എന്ന് തന്നെയാണ് നിലവിൽ ഈ SIT സംഘത്തിൻ്റെ ഒരു ആലോചന. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നാളെ ശബരിമല നട ഉൾപ്പെടെ തുറക്കുകയാണ്. ഈ ദ്വാരപാലക പാളികൾ സമർപ്പിക്കുക. നാളെ അത് വീണ്ടും ദ്വാരപാലക പാളികൾ സന്നിധാനത്ത് ദ്വാരപാലക ശില്പങ്ങളിൽ വയ്ക്കുന്ന ദിവസമാണ്. അതിന് തലേ ദിവസമാണ് ഇത്തരത്തിൽ SIT സംഘം സന്നിധാനത്തെത്തി വീണ്ടും പരിശോധന നടത്തുന്നത്. ജയശങ്കർ, കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. കോടതിയുടെ ഇടപെടലിലാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നത് നമുക്കറിയാം. ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടും കോടതിയുടെ മേൽനോട്ടവും നിരീക്ഷണവുമുണ്ട്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇനി കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ അധികം സമയമില്ല. അതിനു മുമ്പിൽ തന്നെ നടപടികൾ അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിൻ്റെ പുരോഗതിയിൽ കോടതിക്ക് യാതൊരു ആശങ്കയുമില്ലാത്ത തരത്തിൽ, യാതൊരു സംശയവുമില്ലാത്ത തരത്തിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന് എന്നതും പ്രധാനമല്ലേ വിജയശങ്കർ? അതുതന്നെയാണ് റീജിത്തായി പഴുതടുത്ത അടച്ച പരിശോധനയാണ് ഈ SIT സംഘം കഴിഞ്ഞ കുറേ ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബംഗളൂരുവിൽ ചെല്ലുന്നു, ഒപ്പം തന്നെ ഹൈദരാബാദിൽ, ചെന്നൈയിൽ, അങ്ങനെ വിവിധയിടങ്ങളിൽ SITയുടെ പല സംഘങ്ങൾ തിരിഞ്ഞ് പരിശോധന നടത്തിയിട്ടുണ്ട്. നമ്മൾ ഈ മാധ്യമ വാർത്തകളിലൊന്നും വരാത്ത, നമ്മൾ റിപ്പോർട്ട് ചെയ്യാത്ത ഒട്ടനവധി പരിശോധനകൾ പലയിടങ്ങളിലും SIT നടത്തിയെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത്തരത്തിൽ സമഗ്ര പരിശോധന നടത്തി തൊണ്ടി മുതൽ ഉൾപ്പെടെ കണ്ടെത്താനുള്ള ഒരു ശ്രമം SIT സംഘം നിലവിൽ നടത്തുന്നു. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും നിർണായകമായ ചോദ്യം ചെയ്യൽ SIT നടത്തുന്നു. ചോദ്യം ചെയ്യലിൽ
നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് മറുപടി നൽകും, അതിന് തിരിച്ചെന്ത് ചോദ്യം SIT സംഘം ഓരോ മറുപടികൾക്കും തിരിച്ചു ചോദിക്കും, ഇതൊക്കെ തന്നെ വളരെ നിർണായകമാണ്. നിലവിൽ ഈ മണിക്കൂറിൽ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പല ചോദ്യങ്ങൾക്കും പരസ്പര വിരുദ്ധമായ മറുപടി നൽകുന്നു എന്നാണ് ലഭ്യമാവുന്ന വിവരം. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഘട്ടത്തിൽ ഒരിടത്ത് ചോദ്യം ചെയ്യുന്നു, അതേ ഘട്ടത്തിൽ സന്നിധാനത്ത് ഒരു പരിശോധന നടത്തുന്നു. ആ പരിശോധനയിലൂടെ കൂടുതൽ രേഖകൾ, തെളിവുകളൊക്കെ തന്നെ പിടിച്ചെടുക്കാമെന്നൊരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. അങ്ങനെ സമഗ്രമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഈ SIT സംഘം നിലവിൽ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കൽപേഷ് ഉൾപ്പെടെയുള്ള ആളുകളെ വരും മണിക്കൂറുകളിൽ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യും. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സാധനങ്ങളൊക്കെ തന്നെ മറച്ചു വിറ്റത്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ കൊടുത്തതൊക്കെ ഇത്തരം ആളുകളിലേക്ക് എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ കണ്ടെത്തണം, അവരെ ചോദ്യം ചെയ്യണം, അത്തരം പരിശോധനകൾ നടത്തണം. അങ്ങനെ SITക്ക് മുമ്പിൽ പണികൾ ഒരുപാടുണ്ട്. പക്ഷേ അവരവരുടെ ലഭ്യമായ സമയത്ത് ആ ഘട്ടത്തിൽ അവർ കൃത്യമായി ടൈം ഷെഡ്യൂൾ വെച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത്. നാളെ നട തുറക്കുകയാണ്. ശബരിമലയിൽ ഒരു തരത്തിലുള്ള ഈ നട തുറക്കുന്ന ഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിലാണ് ഇന്ന് SIT സംഘം സന്നിധാനത്തെത്തി രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടാകുന്നത്. എന്തായാലും രേഖകൾ തിരിമറി നടന്നിട്ടുണ്ടെന്ന പ്രാഥമിക വിവരം ദേവസ്വം വിജിലൻസ് തന്നെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട്, അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് SIT സംഘം സന്നിധാനത്തെത്തി രേഖകൾ പരിശോധിക്കുന്നത്. എന്തായാലും നിർണായകമായ ചില രേഖകൾ SIT സംഘത്തിന് സന്നിധാനത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇനി SP ശശിധരൻ സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് എത്തണം. അദ്ദേഹം എത്തിയതിനു ശേഷമായിരിക്കും SIT സംഘത്തിന്റെ അടുത്ത നീക്കങ്ങൾ. റിജിത്ത്. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT ചോദ്യം ചെയ്യുകയാണ്. രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ നടക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അറസ്റ്റിലേക്ക് കടക്കാൻ, ഈ സ്വർണ്ണക്കൊള്ളയിൽ ആദ്യ അറസ്റ്റിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.